പക്ഷെ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒറ്റയ്ക്ക് മനുഷ്യനൊന്നുമില്ല. ഒരു ചിമ്പാൻസിയും ഒരു മനുഷ്യനും തമ്മിൽ നേരിട്ട് നിന്നാൽ പപ്പടം കീറുന്ന പോലെ അല്ലെങ്കിൽ പൊറോട്ട കീറുന്ന പോലെ മനുഷ്യരെ അവർ കീറിക്കളയും. പക്ഷെ ഒരു 150 ചിമ്പാൻസിയും 150 മനുഷ്യനും വന്നു കഴിഞ്ഞാൽ നിയമങ്ങൾ മാറിപ്പോകും. അവിടെ സാമൂഹ്യമായ ബന്ധങ്ങളാണ് അവിടെ വിജയത്തെ നിർണ്ണയിക്കുക. ഒരു 10,000 ചിമ്പാൻസികളെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കോഴിക്കോട് കടപ്പുറത്ത് കൊണ്ടുപോയി നിർത്തി ജാഥ നടത്തി കൊണ്ടുവരാൻ പറ്റില്ല. അവരവിടെ അരാജകത്തുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയും. പക്ഷെ ലക്ഷക്കണക്കിന് പേരെ നമുക്ക് മനുഷ്യരെ ഒരു പ്രത്യേക കഥയുടെ പേരിൽ ഒരുമിച്ച് അവിടെ നിർത്തിയിട്ട് അച്ചടക്കത്തോടുകൂടി കൊണ്ടുവരാൻ കഴിയും. ഈ സാധനം വർക്ക് ചെയ്യുമ്പോഴാണ് ചിമ്പാൻസി 10,000 ചിമ്പാൻസിയും 10,000 മനുഷ്യരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചിമ്പാൻസി ഈസി ആയിട്ട് പോകുന്നത്. ഇതിൻ്റെ ഈ സാമൂഹ്യ ബന്ധങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഭാഷയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് മുമ്പ് തന്നെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഈ മനുഷ്യ ശിശു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിന് പൂർണ്ണ വളർച്ച എത്താതെ പ്രസവിക്കുന്നതുകൊണ്ടാണ്. അതിനെ സംരക്ഷിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിലാണ് മനുഷ്യൻ ഒരുമിച്ച് നിൽക്കേണ്ടി വരുന്നത്. ഈ മറ്റുള്ള മൃഗങ്ങളുടെയൊക്കെ ജനനം എന്ന് പറയുന്നത് ഏകദേശം അത്യാവശ്യം പൂർണ്ണ വളർച്ച എത്തിയ പോലെ തന്നെയാണ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടുന്നതിനെ ഏറ്റു നിൽക്കുന്ന അങ്ങനെയാണല്ലോ. മനുഷ്യരെന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്തിയാതെ